നമസ്കാരം. ഒരു കുടുംബം സന്തോഷത്തോടെ മുന്നോട്ടു പോകണമെങ്കിൽ അവിടെ വലിയ വീടോ പണമോ മാത്രം പോരാ. പകരം പരസ്പരമുള്ള വിട്ടുവീഴ്ചകൾ ഉണ്ടാകണം. ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3 എന്ന വാശി പലപ്പോഴും തകർക്കുന്നത് വർഷങ്ങളുടെ സ്നേഹബന്ധങ്ങളെയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് തോറ്റുകൊടുക്കുന്നതിൽ എന്ത് വിജയമാണുള്ളത്? നമുക്കിന്ന് ചർച്ച ചെയ്യാം. 1. ബന്ധങ്ങളിൽ ജയിക്കാൻ നോക്കരുത്. ഡോണ്ട് ട്രൈ ടു വിൻ ആർഗ്യുമെന്റ്സ്. നമ്മൾ പുറത്തുള്ളവരോട് തർക്കിക്കുന്നത് പലപ്പോഴും ജയിക്കാനാണ്. എന്നാൽ വീടിനുള്ളിൽ പങ്കാളിയോടോ മക്കളോടോ തർക്കിക്കുമ്പോൾ നമ്മൾ ജയിച്ചാൽ തോറ്റുപോകുന്നത് നമ്മുടെ ബന്ധങ്ങളാണ്. ഒരു വഴക്ക് നടക്കുമ്പോൾ ഒരാൾക്ക് മിണ്ടാതിരിക്കാൻ സാധിച്ചാൽ അവിടെ വലിയൊരു ദുരന്തം ഒഴിവാകും. സ്നേഹമുള്ളവർക്ക് വേണ്ടി തോറ്റുകൊടുക്കുന്നത് ഒരു കുറച്ചിലല്ല, മറിച്ച് വലിയൊരു മനസ്സാണ്. 2. കുറവുകളെ അംഗീകരിക്കുക. അക്സെപ്റ്റ് ദ ഇംപെർഫെക്ഷൻസ്. തികഞ്ഞ ഗുണങ്ങളുള്ള ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല. എല്ലാവർക്കും അവരുടേതായ കുറവുകളും ദേഷ്യങ്ങളും ഉണ്ടാകും. ആ കുറവുകളെ കൂടി ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥ സ്നേഹം. നീ പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ ഒരുമിച്ച് മുന്നോട്ടു പോകാമെന്ന് ചിന്തിക്കുക. വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾക്ക് ആഴം കൂടും. 3. മക്കൾ പഠിക്കുന്ന പാഠം. ലെസൺ ഫോർ ചിൽഡ്രൻ. മാതാപിതാക്കൾ പരസ്പരം ബഹുമാനിക്കുന്നതും വിട്ടുവീഴ്ച ചെയ്യുന്നതും കണ്ടാണ് മക്കൾ വളരുന്നത്. വീടിനുള്ളിൽ എന്നും കലഹമാണെങ്കിൽ അത് മക്കളുടെ സ്വഭാവത്തെയും ബാധിക്കും. സമാധാനമുള്ള ഒരു വീട് അവർക്ക് നൽകുന്ന സുരക്ഷിതബോധം വളരെ വലുതാണ്. നാളെ അവർക്കും നല്ലൊരു കുടുംബം കെട്ടിപ്പടുക്കാൻ നിങ്ങളുടെ ഈ പെരുമാറ്റം മാതൃകയാകും. 4. ക്ഷമിക്കാൻ പഠിക്കാം. ലേൺ ടു ഫൊർഗിവ്. മനസ്സിൽ പക വെച്ചുകൊണ്ട് ആർക്കും സന്തോഷമായി ഇരിക്കാൻ കഴിയില്ല. ചെറിയ തെറ്റുകൾ ക്ഷമിക്കാനും മറക്കാനും ശീലിക്കുക. ഇന്നലത്തെ വഴക്കുകൾ ഇന്നത്തെ സമാധാനം നശിപ്പിക്കാൻ അനുവദിക്കരുത്. ഒരു സോറി പറയാനോ അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയോടെ എല്ലാം മറക്കാനോ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നങ്ങളെ മിക്ക കുടുംബങ്ങളിലുമുള്ളൂ. കുടുംബം എന്നത് ഒരു ടീമാണ്. അവിടെ ഒരാൾ വീഴുമ്പോൾ മറ്റൊരാൾ താങ്ങണം. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് സന്തോഷത്തോടെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങളുടെ പങ്കാളിക്കോ സുഹൃത്തുക്കൾക്കോ ഷെയർ ചെയ്യുക. സമാധാനമുള്ള കുടുംബങ്ങൾ ഉണ്ടാകട്ടെ.